കാർഡ് ഹബ്ബിൽ നമ്മൾ ലോഗിൻ ചെയ്യാനായിട്ട് ഇതാണ് നമ്മുടെ എന്താ പറയുക പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. നിങ്ങൾക്കറിയാം, ഇമെയിൽ ഇടാം, റെഫറൽ കോഡ് ഓൾറെഡി ഉണ്ടാവും ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ. പിന്നെ പാസ്വേഡ് 12 വേർഡിൻ്റെ കൺഫേം കൊടുത്ത് ഈ പ്രൈവറ്റ് കീ സേവ് ചെയ്യണം. അതിനുശേഷം ഇവിടെ നമ്മൾ വാലറ്റ് അഡ്രസ്സ് ഇട്ട് കൊടുക്കുക, സൊളാനയുടെ വാലറ്റ് അഡ്രസ്സ്. അത് കഴിഞ്ഞിട്ട് ലോഗിൻ ചെയ്യാനായിട്ട് ഇതേ വിൻഡോണ് വരണമെങ്കിൽ ലോഗിൻ ചെയ്യാനായിട്ട് കണ്ടില്ല, അടിയിൽ ക്യാൻസൽ ഉണ്ടില്ല, അതിൽ ജസ്റ്റ് ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഇമെയിൽ ഇടാനുള്ള ഓപ്ഷൻ വന്നു. അത് കഴിഞ്ഞിട്ട് ലോഗിൻ കൊടുക്കുമ്പോൾ ഇതേപോലെ വരും. ഇങ്ങനെ ലോഗിനായി, കണ്ടില്ലേ? ലോഗിനായി കഴിഞ്ഞാൽ നമുക്കിവിടെ മുകളിൽ കാണാം, മുമ്പേ ലോഗിൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ മുകളിൽ നമ്മുടെ പാർട്ട്ണർ ഐ ഡി, അതാണ് നമ്മുടെ റെഫറൽ കോഡ്. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഈ കോഡ് ഇട്ടാണ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇവിടെ കോപ്പി റെഫറൽ ലിങ്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കോപ്പി റെഫറൽ ലിങ്ക് എടുത്തിട്ട് അത് കൊടുത്താലും മതി. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ സീനിയറിൻ്റെ റെഫറൽ കോഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും, അവരുടെ ആ കോഡ് മാറ്റിയിട്ട് ഈ കോഡ് അവിടെ ഇട്ടിട്ട് ആ ലിങ്ക് അയച്ചു കൊടുക്കുക. അങ്ങനെയാണ് അടുത്ത ആൾക്ക് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ അവിടെ പുറമേ നമ്മൾ വാലറ്റ് അഡ്രസ്സ് ഇട്ടില്ലെങ്കിൽ നേരെ ഇവിടെ പോയിട്ട് പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ വാലറ്റ് അഡ്രസ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ല? ഇവിടെ അഡ്രസ്സ് കൊടുക്കാം നമുക്ക്. അപ്പോൾ അത് ഇതിങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് അയക്കാൻ മതി. ഓക്കെ, അതിൻ്റെ ഡാഷ്ബോർഡിൽ തന്നെ പോവാം. ഇവിടെ നമ്മുടെ വ്യൂ ടീം. അപ്പോൾ ടീം എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടീം സെറ്റ് ചെയ്യാനായിട്ട് വ്യൂ ടീമിൽ പോയി കഴിഞ്ഞാൽ വേണ്ടില്ല, കുറേ പേര് എൻ്റെ അടുത്ത് ഇത് പെൻഡിങ് ഉണ്ട്, മൈ ടീമിൽ കുറേ പെൻഡിങ് കിടക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പുറത്തൊക്കെ കണ്ടില്ലേ, ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. 100 കണക്കിന് ആൾക്കാരാണ് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഓരോരുത്തരും അവരുടെ ടീമും ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെയാണ് ഞാൻ സപ്പോർട്ട് കൊടുക്കുന്നത്. ആരൊക്കെ ജോയിൻ ചെയ്യണം അവർക്കൊക്കെ നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 21 പേരുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് സപ്പോർട്ട് കൊടുക്കാനുള്ളൊരു ശ്രമത്തിലാണ്. ജസ്റ്റ് ഇതിവിടെ ടച്ച് ചെയ്തു നേരെ പെൻഡിങ്ങിൽ പോയി, വേണ്ട അതങ്ങനെ വന്നു. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മൾ അവിടേക്ക് തന്നെ പോയിട്ട് ഏറ്റവും അവസാനത്തെ ആളുടെ അടിയിൽ എടുക്കും. കണ്ടില്ലേ, ഏറ്റവും അവസാനം ആരാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് അവരുടെ ഇതിലിട്ട് ഇത് തുറക്കാം. ഈ ചിലപ്പോൾ ഹാങ് ആവുന്നുണ്ട് ചെറിയ രീതിയിൽ. ഓക്കെ, നമ്മുടെ ഇവിടെ കണ്ടില്ല, മുകളിൽ ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്പർ വരായ മുകളിൽ പെൻഡിങ് കണ്ട ആൾക്കാരുടെ പേരാണ് ഈ കാണുന്നതൊക്കെ. നമ്മൾ ഒരാളുടെ പേര് സെലക്ട് ചെയ്ത് ഒരാളവിടെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആളെ നമ്മളവിടെ ആഡ് ചെയ്തു. അതിനുശേഷം അടുത്ത ആളെ വീണ്ടും കണ്ട, അപ്പോൾ അവിടെ എണ്ണം കുറഞ്ഞു. വീണ്ടും ഒരാളെ നമ്മളിങ്ങനെ തുറന്നു അടുത്ത ആളെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ആരെയാണ് ആദ്യം നമ്മുടെ ടീമിൻ്റെ ഡയറക്റ്റ് സ്ഥിരമായിട്ടുള്ളവരെ വേണമെങ്കിൽ ആദ്യം ഇങ്ങനെ സെലക്ട് ചെയ്തൊക്കെ ചെയ്യാം കേട്ടോ. അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ എല്ലാവർക്കും ഒരേപോലെ അവസരം കൊടുക്കുന്ന രീതിയിൽ ചെയ്താലും മതി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ടാവും. ഞാനിപ്പോൾ ആദ്യം കാണുന്ന നമ്പറോട് ഞാൻ ഇങ്ങോട്ട് ചെയ്യണത് അങ്ങനെ നോക്കണമെന്നില്ല, നമുക്ക് ചെയ്യാം, അത് കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടം. ഞാനപ്പോൾ അതിനെ ആഡ് ചെയ്തു. ഇങ്ങനെ ഓരോരുത്തരായിട്ട് നമുക്ക് ആഡ് ചെയ്ത് പോവാം. അപ്പോൾ ഒരുപാട് പേര് കിടക്കുന്നുണ്ടാവും. വീണ്ടും അവിടെ എണ്ണം കുറഞ്ഞു, വീണ്ടും ആഡ് ചെയ്തു. കണ്ടില്ല, ആ ലിസ്റ്റ് വരും, കൺഫേം കൊടുത്താൽ മതി. വളരെ സിമ്പിളാണ്. അത് ഒരു തവണ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഏറ്റവും എട്ടത്ത കണ്ടില്ലേ, പിന്നെ മറ്റേ സൈഡ് അപ്പോൾ അവർ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ അവർക്ക് വരുന്ന ആൾക്കാരെ അവിടെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അവരുടെ ട്രീ അങ്ങോട്ട് വലുതായിക്കോളും. ഇപ്പോൾ ഞാൻ ഇടണ്ടാറുണ്ടാണ്, ഇപ്പോൾ പുതിയത് ഇട്ടാണ്, അതുകൊണ്ടാണ് അതിലൊന്നും ആൾ വന്നില്ല. എനിക്ക് മുമ്പ് ഇട്ടതിലൊക്കെ ആളുകൾ വന്നു തുടങ്ങി, കണ്ടില്ല അപ്പുറത്ത്. അപ്പോൾ ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക മാക്സിമം. അപ്പോൾ ഇങ്ങനെയാണ് ട്രീ സെറ്റ് ചെയ്യണത്. നമ്മുടെ ഏത് വശത്താണോ കുറവ്, അപ്പോൾ മിനിമം അപ്പുറത്ത് ഓരോന്ന് ഇടണം കേട്ടോ. അതും കൂടെ ആലോചിക്കുക. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഒരാൾ ഇട്ട് കൊടുക്കുക, റൈറ്റ് സൈഡിൽ ഒരാളാണ്. ഏത് സൈഡിലാണ് നമുക്ക് സപ്പോർട്ട് കിട്ടണത്, പിന്നെ ആ സൈഡ് നമ്മൾ നോക്കേണ്ടി വരില്ല, മറ്റേ സൈഡ് തന്നെ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് എല്ലാവരും, ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാനതിൽ നിന്ന് കിട്ടുന്നില്ല, വീഡിയോ ലെങ്തിയാവും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്, വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രീ സെറ്റ് ചെയ്യാം. കണ്ടില്ലേ, ട്രീ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരുപാട് പേര് ഇങ്ങനെ ജോയിൻ ചെയ്തിരുന്നാറുണ്ട്, കണ്ടില്ലേ? അപ്പുറത്തൊക്കെ ഒരുപാട് പേര് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാക്സിമം ചെയ്യുക. ട്രംപ് കോയിൻ മിസ്സാക്കേണ്ട എല്ലാവരും ചെയ്യുക. ഓക്കെ, നാളെ ഇപ്പോൾ ഏത് കോയിനാണെന്ന് അറിയില്ല.